ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പ്രിംഗ് അനിയൻ കൊണ്ടൊരു ഡിഷാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് സ്പ്രിംഗ് അനിയൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അതിൻ്റെ ഹെഡ് ഒന്ന് നമ്മൾക്കൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് പതുക്കെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ 4 പിടി ഉണ്ടായിരുന്നു. 4 പിടി ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 3 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഇതിൻ്റെ കൂടെ 2 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു 10 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പച്ചമുളകിന് എരിയില്ലാത്തത് കൊണ്ട് ഒരു 10 എണ്ണം എടുത്തു. എരിയുള്ള പച്ചമുളകാണെങ്കിൽ നല്ലൊരു 5 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഞാൻ എരിയില്ലാത്തതുകൊണ്ട് 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾക്ക് ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിഭാജിക്ക് മസാലകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കരളവുമായി പൂങ്കാറ്റേ ലാ ലാ. ഇതിലേക്ക് ഇനി നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഏറെ ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം ഏതൊരു ഭാജിയിലും കുറച്ചൊക്കെ വിഷാംശങ്ങളൊക്കെ കാണും. പക്ഷെ ആ വിഷാംശങ്ങൾ എത്രയൊക്കെ നമ്മൾ കഴുകിയിടാലും പോകത്തൊന്നുമില്ല. പച്ചിലകളിൽ കഴിവതും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ നല്ലൊരു 1/2 ടീസ്പൂണാണ് ഇട്ടത്. അതിൻ്റെ കൂടെ ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കളറ്. ടൊമാറ്റോ ഇനി നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്നതിന് ശേഷം ഈ സ്പ്രിംഗ് അനിയൻ കൂടി ഇട്ട് കൊടുക്കണം. നല്ല രസം, നല്ല ഗ്രീനറി. റെഡ് കളറും യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ ബ്യൂട്ടിഫുൾ. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ. ഇതിപ്പോൾ ഇത് നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ട്. ഇപ്പം 2 വട്ടം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് ഇതിപ്പോൾ അങ്ങ് പകുതി അങ്ങ് താന്നു പോകും. മണ്ണ് നമ്മൾക്ക് ഉപ്പ് തൂവി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ചിക്കൻ മസാല കൂടി ഇട്ടു കൊടുക്കാം. അതായത് 2 ടീസ്പൂൺ ചിക്കൻ മസാല. ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ചിക്കൻ മസാല ഇടാൻ. ഇപ്പോൾ ഇത്രയും 4 പിടിയുണ്ട്, അതനുസരിച്ച് ഞാൻ ചിക്കൻ മസാല ഇടുകയാണ്. 2 ടീസ്പൂൺ ചിക്കൻ മസാല. കാരണം മഞ്ഞൾപ്പൊടി അല്ലാതെ മറ്റു മസാലകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ ചട്ടിയുടെ പകുതി ആകാറായി. ഇനി ഇപ്പോൾ വാടി വന്ന് ഒരു 1/4 ഭാഗമാകും. അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 3 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾക്ക് നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വറ്റി ഇവനെ റെഡിയാക്കി എടുക്കണം. ഇപ്പം നോക്ക്, വെള്ളമൊക്കെ ഇറങ്ങി അവൻ റെഡിയായി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ചട്ടി നിറച്ചിരുന്ന സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ എത്രയുണ്ടെന്ന്. 1/4 ഭാഗത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത്രയാണ് ഈ സ്പ്രിംഗ് അനിയൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.